കൊണ്ട് കുടിയിറക്കിൽ നിന്നും അവരെ പൂർണ്ണമായി സംരക്ഷിച്ച പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ കേന്ദ്ര സർക്കാരിനും അവർ ഹൃദയം തൊട്ടുകൊണ്ടുള്ള നന്ദിയും അതോടൊപ്പം തന്നെ അഭിനന്ദനവും രേഖപ്പെടുത്താൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 9-ാം തീയതി താങ്ക് യു മോഡി, നന്ദി മോഡി എന്ന മുദ്രാവാക്യവുമായിട്ട് ഒരു വലിയ ബഹുജന കൂട്ടായ്മ ഈ മുനമ്പത്ത് നടക്കുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു ശേഷം അതൊരു ആഘോഷമാക്കാനുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങൾ? തീർച്ചയായിട്ടും ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഒരു പുതിയ നിയമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അഭിനന്ദിക്കാൻ ഈ മുനമ്പത്തെ ജനങ്ങൾ തയ്യാറെടുക്കുകയാണ്. കാരണം അവർ വഖഫ് ഭീകരതയുടെ കരിനിഴലിലായിരുന്നു മുനമ്പത്തെ 610 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള കുടുംബങ്ങൾ. ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ അവരുടെ കുടിയിറക്ക് പരിപൂർണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അവർ പരിപൂർണമായിട്ടും സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കുടിയിറക്കിൽ നിന്നും അവരെ പൂർണ്ണമായി സംരക്ഷിച്ച പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ കേന്ദ്ര സർക്കാരിനും അവർ ഹൃദയം തൊട്ടുകൊണ്ടുള്ള നന്ദിയും അതോടൊപ്പം തന്നെ അഭിനന്ദനവും രേഖപ്പെടുത്താൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 9-ാം തീയതി താങ്ക് യു മോഡി, നന്ദി മോഡി എന്ന മുദ്രാവാക്യവുമായിട്ട് ഒരു വലിയ ബഹുജന കൂട്ടായ്മ ഈ മുനമ്പത്ത് നടക്കുകയാണ്. ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ പാവങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പരമ്പരാഗതമായൊരു ഭൂമി, പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ, സ്വന്തം ജനിച്ച മണ്ണിൽ അവർക്ക് തുടർന്നും ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമാണ് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 9-ാം തീയതി ബഹുജന കൂട്ടായ്മ ഈ മുനമ്പത്ത് നടക്കുന്നത്. മാത്രമല്ല, ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച കേന്ദ്ര മത ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ കിരൺ റിജിജു തന്നെ ഈ മുനമ്പത്ത് ജനങ്ങളെ കാണാനും അവരെ നേരിട്ട് കാണാൻ അവരോടൊപ്പം ആ സമരത്തിലല്ല, ഈ അവരുടെ മുദ്രാവാക്യം നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി റിജു അദ്ദേഹം തന്നെ ഇവിടെ എത്തുകയാണ് വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി. അതുകൊണ്ട് കിരൺ റിജുവിനെ വരവേൽക്കാൻ ഇവിടുത്തെ മുഴുവൻ പാവപ്പെട്ടവർ, മത്സ്യത്തൊഴിലാളികൾ, എല്ലാ വിഭാഗക്കാരും അവർ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മുനമ്പത്ത് നടക്കുന്ന 9-ാം തീയതി നടക്കുന്ന കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജു പങ്കെടുക്കുന്ന ബഹുജന കൂട്ടായ്മ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അത് വലിയൊരു പരിപാടിയായിട്ട് മാറും എന്ന കാര്യം സംശയമില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു അതിരുകളില്ലാത്തൊരു ആഹ്ലാദത്തിൻ്റെ ഒരു വലിയ പരിപാടിയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം നിരവധി ക്രിസ്ത്യൻ കുടുംബാംഗങ്ങൾ ഈ ഒരു BJP അംഗത്വമെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. അതിന് ഏത് രീതിയിലാണ്? വലിയ ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമാണോ കേരളത്തിലുണ്ടാകുന്നത്? തീർച്ചയായിട്ടും. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സഹോദരന്മാർ, ന്യൂനപക്ഷ കുടുംബങ്ങൾ, അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരെ വഞ്ചിക്കുകയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇതേവരെ ചെയ്തത്. കാരണം ഈ പ്രശ്നത്തിന് 2 ഭാഗമേ ഉള്ളൂ. ഒന്ന് ഇരകളുടെ ഭാഗവും ഒന്ന് വേട്ടക്കാരുടെ ഭാഗവും. ഇരകളുടെ ഭാഗത്താണ് ഇവിടുത്തെ പാവപ്പെട്ട 610 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുള്ളത്. മറുഭാഗത്ത് അവരുടെ ജനിച്ച മണ്ണിൽ നിന്ന് കുടിയിറക്കാൻ ശ്രമിക്കുന്നവരാണ് വേട്ടക്കാർ. ആ വേട്ടക്കാരാണ് നിലവിലുള്ള പഴയ വഖഫ് നിയമം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പഴയ വഖഫ് നിയമം നിലനിൽക്കുകയാണെങ്കിൽ ഈ മുനമ്പത്തെ 610 കുടുംബങ്ങളും കുടിയിറങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ പറയുന്നത് ആ നിയമം മാറണമെന്നുള്ളതാണ്. ആ നിയമം മാറണമെന്ന് ആരൊക്കെയാണോ പറയുന്നത് അവരാണ് ഈ പാവപ്പെട്ട കുടുംബത്തോടൊപ്പം, മുൻപത്തെ 610 കുടുംബത്തോടൊപ്പം ഉള്ളത്. മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വാഭാവികമായിട്ടും അവർ കുടിയിറക്കുന്ന വഖഫ് ബോർഡിനോടൊപ്പമാണ്, പഴയ വഖഫ് നിയമത്തോടൊപ്പമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം, ഇതിലെ സത്യം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും എല്ലാ സമൂഹങ്ങളും
മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമല്ല, സാധാരണ പാവപ്പെട്ടവരായിട്ട് ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ തയ്യാറെടുക്കുന്നു. ഈ 9-ാം തീയതിയും അതിന് ശേഷവും ഇതിൻ്റെ ഒഴുക്ക് അത് ശക്തമായിട്ട് തുടരും എന്ന കാര്യം സംശയമില്ല. വഖഫ് മന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. BJP ഇത് വർഗീയമായിട്ട് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തെളിയിക്കാനുള്ളൊരു ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ വന്നിട്ട് ഇവിടുത്തെ സാധാരണ ആളുകളോട് ചോദിച്ചപ്പോൾ അതിന് പൂർണ്ണമായിട്ട് ഒരു തള്ളുന്ന ഒരു നിലപാടായിരുന്നു. BJPയുടെ ഒരു പ്രതികരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ വിജയവാഡയിൽ നടക്കുകയാണ്. അവർ വളരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഈ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെന്താ പുതിയൊരു അവിടെ കഫിനൊക്കെ ധരിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ പാലസ്തീൻ ജനതയുടെ കണ്ണുനീര് കണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടി എന്താ മുനമ്പത്തെ ജനങ്ങളുടെ പാവപ്പെട്ടവർ കണ്ണീര് കാണാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത്? ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ കൊടിയിറക്കുന്ന നിയമത്തിൻ്റെ ഭേദഗതിയെ അനുകൂലിക്കാത്തത്? സ്വാഭാവികം ഇത് ഇരട്ടത്താപ്പാണ്. അവരാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ് ഇവിടെ ഈ മതപരമായ വിഭജനം സൃഷ്ടിക്കുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തെ, ഒരു ഭാഗത്ത് ഹിന്ദു സമൂഹത്തെ അവഗണിക്കുകയാണ്, അവരെ അപമാനിക്കുകയാണ്, അവഹേളിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് മുസ്ലിം ന്യൂനപക്ഷത്തിനും എതിരാണ്. ഈ വഖഫ് നിയമ ഭേദഗതി വന്നില്ല എങ്കിൽ പല മുസ്ലിം സഹോദരന്മാരുടെയും കുടുംബങ്ങളുടെയും ഭൂമി നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ മതവുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ അവസാനമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് ഇതിനെതിരെ ഒരു വലിയ ഒരു സമരപ്രഖ്യാപനം ഇപ്പോൾ നടന്നിട്ടുണ്ട് ചില മുസ്ലിം സംഘടനകളുടെ ഇടയിൽ നിന്ന്. പൗരത്വ ഭേദഗതി ബില്ല് പോലെ തന്നെ രാജ്യവ്യാപകമായിട്ടൊരു പ്രതിഷേധത്തിനാണ് അവർ തയ്യാറെടുക്കുന്നത്. ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കും? അല്ല, അത് അവർക്ക് പ്രതിഷേധം നടത്താൻ ഇവിടെ ഏത് സംഘടനകൾക്കും ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഭാരതം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമൊന്നുമല്ല, ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ആർക്കും ജനാധിപത്യ രീതിയിൽ സമാധാനത്തോടു കൂടിയിട്ട് നിയമലംഘനം നടത്താതെ പ്രതിഷേധം നടത്താൻ സ്വാതന്ത്ര്യം. അവർ പ്രതിഷേധം നടത്തട്ടെ. ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിൻ്റെ ആധാരത്തിൽ വരുന്ന നിയമം അത് ശക്തമായി നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം ആളുകളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന സർക്കാരല്ല നരേന്ദ്രമോദി സർക്കാരെന്ന് പൗരത്വ നിയമ ഭേദഗതിയിലും അവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് അവർക്ക് അതൊന്നും അവർ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമാണെങ്കിൽ നിയമം ഉപയോഗിച്ച് അത് അടിച്ചമർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊന്നും ഇതിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകില്ല എന്ന് വളരെ വ്യക്തമാണ്. ഒരു അനുഭവത്തിൽ തന്നെ അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ സമാധാനപരമായി അവർക്ക് പ്രതിഷേധിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട്. അതവർ ചെയ്യുക. അതിൽ ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ആഘോഷമാക്കാൻ പോകണം ഈ ഒരു സമയം. തീർച്ചയായിട്ടും ഇത് പാവങ്ങളുടെ ആഘോഷമാണ്. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും അവരാണിത് ആഘോഷിക്കുന്നത്. അവരുടെ കൂടെയാണ് BJPയും NDAയും നരേന്ദ്രമോദി സർക്കാരും.